Once again, welcome back to my video blog. My name is Ibad Rahman. നമ്മുടെ ഇന്നത്തെ വീഡിയോ വളരെയധികം പ്രയോജനകരമാവുന്ന ഒരു വീഡിയോ ആണ്. ആർക്കാണെന്നറിയോ? നമ്മുടെ വീട്ടിലൊരു ടി വി ഉണ്ട്. ഈ ടി വി സ്മാർട്ട് ടി വി അല്ല. എന്നാൽ നമുക്കിപ്പോൾ സ്മാർട്ട് ടി വി ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഈ സാമ്പത്തികം നമുക്കതിന് അനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം പ്രയോജനകരമാകുന്ന ഒരു എക്യുപ്മെൻറ്റ്സിനെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കനിൽ ഒന്ന് ഞെക്കി പിടിക്കുക, എന്നിട്ട് ഓൾ ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കാണാവുന്നതാണ്. പലരുടെയും വിചാരം ഞാൻ ഈ പൂച്ചയുടെ വീഡിയോ ഒക്കെ മാത്രമാണെന്നാണ് പലരുടെയും ഭാവം. ഞാൻ വേറെ ലെവലിൽ സാധനം കേട്ടോ, ഇപ്പോഴേ പറഞ്ഞേക്കാം. ഞാൻ പല വീഡിയോയും പണ്ടും ഇപ്പോഴും എപ്പോഴും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാം നമ്മുടെ സുഹൃത്തുക്കൾ കാണണം കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത് സ്മാർട്ട് ടി വി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്യുപ്മെൻറ്റ്. നിങ്ങളുടെ ടി വിക്ക് HDMI, ശ്രദ്ധിച്ച് കേൾക്കുക, HDMI കണക്ടിവിറ്റി മാത്രം മതി എങ്കിൽ നമ്മുടെ ടി വിയും ആൻഡ്രോയിഡ് ടി വി ആവും. ഒരുപക്ഷെ പല ആൾക്കാരും ഇപ്പോൾ OTT പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ യൂട്യൂബ് കാണണം, നെറ്റ്ഫ്ലിക്സ് കാണണം, ആമസോൺ പ്രൈം കാണണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അറിയാമല്ലോ, ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ വലിയ സാമ്പത്തികമൊന്നും ഉണ്ടാവില്ല. ആ ഒരു സമയത്ത് നമ്മൾ ബുദ്ധിമുട്ടുണ്ട ഒരു 3500 രൂപ മുടക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു MI ബോക്സ്, അതും 4K റെസൊല്യൂഷനുള്ള ഒരു MI ബോക്സ് ലഭിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ HDMI പോർട്ട് മാത്രം മതി. കുത്തുക, നെക്കുക, കാണുക, എല്ലാം ഖലാസ്. അപ്പം നമുക്ക് എന്തായാലും ഒന്ന് പരിചയപ്പെട്ടേക്കാം. ഈ MI ബോക്സിൻ്റെ പ്രത്യേകത ക്രോംകാസ്റ്റ് ബിൽറ്റ് ഇൻ ഗൂഗിൾ അസിസ്റ്റൻസ്. അതായത് നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്നുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കാസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് എൻ്റെ പരിപാടി. ദെൻ ഗൂഗിൾ അസിസ്റ്റൻസ് ഉണ്ട്. പിന്നെ നോക്കിയേ, ആൻഡ്രോയിഡ് ടി വി ആണ്, യൂട്യൂബ് ഉണ്ട്, ഹോട്ട്സ്റ്റാർ ഉണ്ട്, നെറ്റ്ഫ്ലിക്സ് ഉണ്ട്, പ്രൈം ഉണ്ട്, അങ്ങനെ എല്ലാ ആപ്ലിക്കേഷനും ഉണ്ട്. ഇതുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് കാണാൻ പറ്റില്ല. ഇതിനൊക്കെ സെപ്പറേറ്റ് കാശ് കൊടുത്താൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. നമ്മുടെ സുഹൃത്തുണ്ട് ഫൈസലിക്കയുടെ സ്ഥാപനം മൈറ്റി നെറ്റ്. എനിക്ക് വളരെയധികം ബഹുമാനമുള്ള വ്യക്തിയാണ്. ഒരുപാട് MI ബോക്സുകൾ വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ വിളിച്ചോ, നമ്പർ താഴെയുണ്ട്, നിങ്ങൾക്ക് സാധനം വീട്ടിലെത്തിച്ചേരും ആളും. ഓക്കെ, ഇനി ബോക്സിൽ എന്തൊക്കെയാണല്ലോ നോക്കാം. MI ബോക്സ്, ബ്ലൂടൂത്ത് വോയിസ് റിമോട്ട്. ഞാൻ നമ്മുടെ MIയുടെ ഒരു ടി വി റിവ്യൂ ചെയ്ത സമയത്ത് ഞാൻ കാണിച്ചത് ഒരു റിമോട്ടിനെ കുറിച്ച്. ആ റിമോട്ടും ഇതിനകത്തുണ്ട്. ദെൻ പവർ അഡാപ്റ്റർ. ദെൻ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ HDR10 സപ്പോർട്ടീവ് ആണ്, 64-bit ക്വാഡ് കോർ CPU, ദെൻ ഗൂഗിൾ അസിസ്റ്റൻസ്, ക്രോംകാസ്റ്റ് ബിൽറ്റ്. വിലയാണെങ്കിൽ വളരെ തുച്ഛം. ഞാൻ പണ്ട് ആമസോണിൻ്റെ ഫയർ സ്റ്റിക്കിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സാധനത്തിന് മിക്കവാറും ഈ സാധനം കൊണ്ട് ഏതാണ്ട് വസൂലാവും. എന്തായാലും ഒന്ന് ഓപ്പൺ ചെയ്തേക്കാം. ഇതിൻ്റെ പ്രത്യേകതകൾ നമ്മുടെ സുഹൃത്തിനെ ഒന്ന് പരിചയപ്പെടുത്തിയേക്കാം. കണ്ട, വളരെ ചെറിയൊരു സാധനം നോക്കിയേ, വളരെ തിന്നായിട്ടുള്ളതാണ്. എന്താ പറയുക, ഇനി ക്യാരി ചെയ്യേണ്ട ആൾക്കാർ ക്യാരി ചെയ്യാം, അതിൽ പ്രശ്നമൊന്നും വേണ്ട. ഇനി വലിയ എന്താ പറയുക, നമ്മളിനി പലയിടത്തും പോകുന്ന സമയത്ത് നമ്മളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ചില വീഡിയോസൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നോക്കിയേ, HDMI കണക്ടിവിറ്റി, USB, ക്രോംകാസ്റ്റ്. നമ്മുടെ ആമസോൺ ഫയർ സ്റ്റിക്കിന് ഇതില്ല കേട്ടോ, USB സപ്പോർട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു പക്ഷേ നമ്മളിത് കുത്തിയിട്ട് ഒരു എന്താ പറയുക, നമ്മുടെ പെൻ ഡ്രൈവിൽ എന്തെങ്കിലും വീഡിയോസൊക്കെയാണ്, അതും ഇങ്ങോട്ട് കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ കാണാൻ സാധിക്കും. പവർ അഡാപ്റ്റർ കണക്ട് ചെയ്യുന്ന പോർഷൻ, ദെൻ ഓഡിയോയും ഉള്ള പോർഷനാണ് കാണുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളുടെ എന്താ പറയുക റിമോട്ട്, അത് എന്തായാലും നല്ല ക്വാളിറ്റിയുള്ള റിമോട്ട് തന്നെ. ഞാൻ MIയുടെ ടി വി ഉപയോഗിക്കുന്ന ഒരാളാണ്. അതാ HDMI കണക്ടിവിറ്റി, HDMI കേബിൾ ഇതിൻ്റെ അകത്തുണ്ട്. ദെൻ അതേപോലെ തന്നെ പവർ അഡാപ്റ്ററും നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നതാണ്. ദെൻ ഈ ഒരു റിമോട്ട് നോക്കി, നേരത്തെ ഞാൻ അന്ന വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ സെയിം എന്താ പറയുക റിമോട്ട് തന്നെയാണ് ഇതിലുമുള്ളത്. ആമസോൺ പ്രൈമിൻ്റെ ഒക്കെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ബട്ടൺ ഉണ്ട്. അപ്പോൾ എന്തായാലും പ്രൊഡക്റ്റ് അൺബോക്സ് ഇത്രയും തന്നെ കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ എന്തായാലും നമ്മുടെ ടി വിയിലൊന്ന് കണക്ട് ചെയ്തിട്ട് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് തന്നെ നമ്മുടെ സുഹൃത്തുക്കളൊന്ന് കാണിച്ചിട്ടാണ്. നമ്മളങ്ങനെ നമ്മുടെ ടി വിയുമായിട്ട് MI ബോക്സിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ടി വി കാണിക്കുന്ന പോലെ നമ്മൾ റിമോട്ട് ഒന്ന് പെയർ ചെയ്യണം. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ പെയർ ചെയ്യാനായിട്ട് ആ 2 ബട്ടൺ ഉണ്ടല്ലോ, അതൊന്ന് 8 ഇഞ്ചസ് ഡിസ്റ്റൻസിലൊന്ന് നെക്കിപ്പിടിച്ചാലാണ് ഒന്ന് പെയർ ആകുക. ഞാൻ എന്തായാലും ഒന്ന് പെയർ ചെയ്യട്ടെ. നമ്മളങ്ങനെ പെയർ ചെയ്തു. ഞാൻ ഇനി ലാംഗ്വേജ് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാണ്. ക്വിക്ക് സെറ്റ്, കണ്ടിന്യൂ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോണുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. സാധാരണ നമ്മൾ എന്താ പറയുക, പല ആൻഡ്രോയിഡ് ടി വിസും കോൺഫിഗർ ചെയ്യുന്ന പോലെ തന്നെയുള്ള, അതിലും വലിയ ഒരു പ്രശ്നമില്ല. നമുക്കിവിടെ സ്കിപ്പ് പ്രസ് ചെയ്യാം. ദെൻ
നെറ്റുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടുമായിട്ട് സൈൻ ചെയ്യാം. ഞാൻ ആ ഒരു പോർഷനും സ്കിപ്പ് ചെയ്യാണ്. അക്സെപ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻ, അക്സെപ്റ്റ്. ലൊക്കേഷൻ എടുക്കാം, ഇങ്ങനത്തെ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ടി വികൾ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, വലിയൊരു എമൗണ്ടൊക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാനിപ്പോൾ ഇല്ല. എന്നാൽ നമുക്ക് ഇതേപോലെയുള്ള ആൻഡ്രോയിഡ് ടി വികൾ ആവശ്യമുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ പോലും ഇതേപോലെയുള്ള ഈ ആൻഡ്രോയിഡ് ബോക്സുകളെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്ന കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നു ആമസോൺ ഫയർ സ്റ്റിക്കിനേക്കാൾ എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ളത് MI ബോക്സ് തന്നെയാണ്. അതിൽ യാതൊരുവിധ സംശയമില്ല കേട്ടോ. യെസ്, യുവർ MI ബോക്സ് 4 ഈസ് പവേർഡ് ബൈ ആൻഡ്രോയിഡ് TV. കൊള്ളാലോ, അടിപൊളിയാണല്ലോ. ആൻഡ്രോയിഡ് സിസ്റ്റം അപ്ഡേറ്റ് വേണമെങ്കിൽ നമുക്ക് ആൻഡ്രോയിഡ് സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങൾ ആലോചിക്കുന്നത് നമ്മൾ പല എന്താ പറയുക ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റ് തന്നെയാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. യൂട്യൂബ് ഉണ്ട്, നെറ്റ്ഫ്ലിക്സ് ഉണ്ട്, ആമസോൺ പ്രൈം ഉണ്ട്. അതിനൊക്കെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ബട്ടൺസ് തന്നെ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ നമ്മുടെ റിമോട്ടിലുണ്ട്. യെസ്, ഒന്ന് യൂട്യൂബ് എടുത്തേക്കാം. ഇപ്പം നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഇത് MI ബോക്സിൽ നിന്നാണ് കേട്ടോ ഇത് പ്ലേ ചെയ്യണം. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. സ്കിപ്പ്, സൈൻ ഇൻ ചെയ്യണ്ട. നമുക്കിപ്പോൾ എന്തായാലും സൈൻ ഇൻ ചെയ്യാവുന്ന ടൈമിലോ എൻ്റെ തമ്പുരാനെ 4K ആക്ഷൻ മൂവിതെ നോക്കിയേ. യെസ്, വെറും 3500 രൂപ അല്ലെങ്കിൽ എന്താ പറയുക 4000 രൂപ താഴെയുള്ള ഒരു ബോക്സിൽ നിന്ന് വരുന്ന ക്വാളിറ്റിയാണ് ഈ കാണുന്നത്. എൻ്റെ TV ഓൾറെഡി ഒരു നല്ലൊരു TV ആയതുകൊണ്ട് തന്നെ ഒന്നുകൊണ്ടും എന്താ പറയുക ഒരു കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത അടിപൊളി ഒരു സാധനം. നമുക്കിതിൻ്റെ സ്റ്റോറേജ് ഒന്ന് പരിശോധിക്കാം. ഓക്കെ, ഇൻറ്റേർണൽ സ്റ്റോറേജ് 5 GB വരെ ഉള്ളൂ. ഇൻറ്റേർണൽ സ്റ്റോറേജ് സ്പേസ് വരുന്നത് 5 GB ആണ്. പക്ഷേ മറ്റ് നമുക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു ലൈക്ക് ഒരു വീഡിയോസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ നമുക്ക് പെൻ ഡ്രൈവ് കണക്ട് ചെയ്തുകൊണ്ട് നമുക്കിത് വീഡിയോസ് ആണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യാം. ഞാൻ ഇതിൻ്റെ വേറൊരു പോസിബിലിറ്റീസ് പറയട്ടെ. കാരണം ഒരുപക്ഷെ ഒരു സ്ഥാപനത്തിൽ ഒരു 5ഓളം TV കളുണ്ട്. അത് ആൻഡ്രോയിഡ് TV അല്ല, വെറും ഒരു നോർമൽ TV ആണ്. എന്നാൽ 5 TVയിലും HDMI കണക്ടിവിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ HDMI സ്പ്ലിറ്റർ വാങ്ങിച്ച് ഈ ഒരു ബോക്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ആൻഡ്രോയിഡ് TV ആവും. പക്ഷേ നമ്മുടെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ആൻഡ്രോയിഡിൽ വീഡിയോസൊക്കെ ഇങ്ങനെ പ്ലേ ചെയ്യാനൊക്കെ അത് സഹായകരമാവുകയും ചെയ്യും കേട്ടോ. ഇനി ഞാൻ കുറച്ചൊരു കമ്പാരിസൺ കൂടെ പറയാം കേട്ടോ. ഈ ചാർട്ട് കണ്ടാൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് മനസ്സിലാകും. ഒരുപക്ഷെ ഇങ്ങനത്തെ ഒരു ഡിവൈസ് ഒരുപക്ഷെ ആമസോൺ ഫയർ സ്റ്റിക്കാണ് പല ആൾക്കാരും ഉപയോഗിച്ചിരുന്നത്. പക്ഷെ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നോക്കിയേ 5000+ ആപ്സ്, അത് ഇൻക്ലൂഡിങ് ഗെയിംസ് ആപ്ലിക്കേഷൻ ഉൾപ്പെടെ 5000 ആപ്ലിക്കേഷൻ ഇതിലുണ്ട്. പക്ഷേ ഫയർ സ്റ്റിക്കിലൊക്കെ ലിമിറ്റഡ് ആണ് ആപ്ലിക്കേഷൻസ്. വോയിസ് അസിസ്റ്റൻസിൻ്റെ റിമോട്ട് നമുക്കിതിലുണ്ട്. പക്ഷേ എന്താ പറയുക ആമസോൺ ഫയർ സ്റ്റിക്കിലാണ്. നിങ്ങൾക്ക് ഈ ചാർട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. പിന്നെ എക്സ്റ്റേണൽ സ്റ്റോറേജ്, അതായത് പെൻ ഡ്രൈവ് നമുക്ക് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ദെൻ ഡിജിറ്റൽ ഔട്ട്പുട്ട് 3.5 mm ഒരു ഓഡിയോ ജാക്കും ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ 3.5 mm ഓഡിയോ ജാക്ക് ഈ ഒരു പ്രോഡക്റ്റിലുണ്ട് എന്നുള്ള ഏറ്റവും പ്രത്യേകതയാണ്. ദെൻ വീഡിയോ ഔട്ട് അപ് ടു 4K വരെ നമുക്ക് എക്സ്റ്റെൻഡ് ആണ്. അതേപോലെ തന്നെ എന്താ പറയുക ആമസോൺ ഫയർ സ്റ്റിക്കിന് സെപ്പറേറ്റ് പ്രോഡക്റ്റുകളാണ് നമുക്ക് വാങ്ങിക്കേണ്ടത്. ഗൂഗിളിൻ്റെ ഡാറ്റ സെർവർ നമുക്ക് ഇതിലുണ്ട്. 3499 രൂപ, ഒരു 3500 രൂപയാണ് ഇതിനകത്ത് പ്രൈസ് വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ ആമസോൺ ഫയർ സ്റ്റിക്കിന് എന്ത് തന്നെയാണ് അതിന് ഒരു വെല്ലുവിളി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ. പൊളി സാധനമല്ലേ, വെറൈറ്റി അല്ലേ, വെറൈറ്റി അടിപൊളി സാധനമാണ്. കൊടുക്കുന്ന കാശിന് മുതലാണ്. നാട്ടുകാർക്ക് പ്രയോജനമുള്ള കാര്യമാണ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫൈസലിക്കാനടുത്ത് സാധനമുണ്ട്. ഫൈസലിക്കാനെ വിളിച്ചോളൂ. ഫൈസലിക്കാൻ നിങ്ങൾക്ക് വേണ്ട സ്ഥലത്ത് എത്തിച്ചേരും. നിങ്ങൾ 10-60 പീസ് അവിടെ തന്നെ ഇരിപ്പുണ്ട്. എൻ്റെ സുഹൃത്താണ്, എനിക്ക് എല്ലാ പ്രോഡക്റ്റുകളും റിവ്യൂ ചെയ്യാനായിട്ട് എന്നെ സഹായിക്കുന്ന ആളാണ് ഫൈസലിക്ക. ന്യായമായ വിലയ്ക്ക് തരും, ഞാൻ പറഞ്ഞിട്ടാണെന്നും പറഞ്ഞ് വിളിച്ചോളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.